ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പുതിയ ഗോബി റൈസ് പരിചയപ്പെട്ടാലോ. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഗോബി ഫ്രൈ ചെയ്ത് വെച്ചത്, പിന്നെ കുറച്ച് വെജിറ്റബിൾസുമാണ്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ചേർക്കാം. ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് തക്കാളി, ഉള്ളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ വേവിച്ചെടുത്ത ചോറ്. ഏത് ചോറ് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാൻ ഇപ്പോൾ സോനാ മസൂരി റൈസാണ് എടുത്തിരിക്കുന്നത്. ആ ഗോബി വറുത്ത എണ്ണയിലോട്ട് തന്നെ നമ്മൾ ഈ വെജിറ്റബിൾസ് ഒന്ന് ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകളൊക്കെ ആഡ് ചെയ്യാം. മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. നമ്മുടെ എരിക്ക് ആവശ്യമായിട്ട് വളരെ കുറച്ച് മുളക് പൊടി ചേർക്കാം. ഞാൻ ഇപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഗരം മസാലയാണ് ചേർത്തത്. അത് വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഗരം മസാലയാണ് കേട്ടോ. അതിനുശേഷം മല്ലിപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയാണ്, അതും ആവശ്യത്തിന് ചേർക്കാം. നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് റെഡിയായി വരണം. എൻ്റെ പാത്രം കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഇത് ഒരു പഴയ പാത്രമാണ്, കരിഞ്ഞ് ഈ പരുവത്തിലായതാ. ചുവട് കട്ടിയുള്ള പാത്രം തന്നെ വേണം, നമ്മളത് എടുക്കുമ്പോൾ സൂക്ഷിക്കണേ. പിന്നെ ഇപ്പോൾ ഇട്ട് കൊടുത്തത് കുറച്ച് ഷുഗറാണ്. വളരെ കുറച്ച് ഷുഗർ ചേർത്താൽ മതി. ഇത് ഈ മസാലേൻ്റെ കുത്തെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് ഷുഗർ നമ്മൾ ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഈ സോയാ സോസാണ്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, അത് നമ്മൾ നിർബന്ധമൊന്നുമില്ല. സോയാ സോസ് ഇല്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യുക, ആവശ്യമില്ല. ആവശ്യമുള്ളവർ ആവശ്യത്തിന് ചേർക്കുക. ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടേ. അതും ചേർത്ത ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഗോബി അതുണ്ടല്ലോ, അത് നമ്മൾ ഈ മസാലയിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ പാത്രത്തിൽ റൈസും കൂടെ മിക്സ് ചെയ്യാനായിട്ടുള്ള ഇടമില്ലേ, ഇതൊരു ചെറിയ പാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് അത് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പം ആ പാത്രത്തിൽ കൊള്ളുന്ന അത്ര ചോറ് തന്നെ ഉള്ളെങ്കിൽ അതിൽ തന്നെ മിക്സ് ചെയ്യാം. നല്ലപോലെ ഫ്ലെയിം വെച്ചിട്ട് വേണേ മിക്സ് ചെയ്യാനായിട്ട്. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ആദ്യം നമ്മൾ മസാലയ്ക്ക് മാത്രമായിട്ടുള്ള ഉപ്പാണല്ലോ ഇട്ടത്. അപ്പോൾ ഉപ്പ് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് വേണേ ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഞാൻ ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ. നമ്മുടെ ഗോബി റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗോബി റൈസാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.